Hi, brothers and sisters. Adios, amigo. Goodbye, my friend. അതാണ് അതിൻ്റെ അർത്ഥം. ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ സിനിമയാണ്. മനോഹരമായ സിനിമ. ആസിഫ് അലിയും സുരാജും എത്ര മനോഹരമായിട്ട് അഭിനയിച്ചിരിക്കുന്നു അറിയൂ. കാണേണ്ട സിനിമ. കുറച്ചൊക്കെ നമ്മൾ കണ്ടുവരുമ്പോ മുമ്പത്തെ ആ സിറ്റി ലൈറ്റ്, ഷാർലി ചാപ്ലിന്റെ സിറ്റി ലൈറ്റിന്റെ ആ ഒരു ചെറിയൊരു ഇത് തോന്നും. എന്നിട്ട് അതങ്ങ് മാറി അങ്ങ് പോകും. ഫ്രണ്ട്ഷിപ്പിന്റെ പല വെർഷനുണ്ട്. ഇതൊരു വെർഷനാണ്. അത് മാത്രമല്ല, ആസിഫ് അലി അഴിഞ്ഞാടെയാണ്. ആക്ടിങ് എന്ന് വെച്ചാൽ സൂപ്പർ അഭിനയം. ഒരു സമ്പന്നനായ കുടിയൻ. നമ്മൾ സാധാരണ കുടിയന്മാര് പല ലൊട്ടിലൊടുക്ക് കുടിയന്മാരെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ അതുപോലത്തെ കുടിയനല്ല. റേഞ്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ കടയിലുള്ള അവിടെ കിടക്കുന്ന കുടിയന്മാരുണ്ടല്ലോ, അടിച്ച് ഫിറ്റായിട്ട് കടവരാന്തയിലൊക്കെ എവിടെയും കിടക്കും, എന്തും ചെയ്യണ ആ പ്രകൃതമുള്ള ഒരു സമ്പന്നനായ ഒരു കഥാപാത്രം. മനോഹരം കേട്ടോ, വെറൈറ്റി. പുള്ളിത ഇവിടെയൊക്കെ ഒന്ന് മുടിയൊക്കെ അങ്ങോട്ടും കയറ്റി വെച്ച് ഒരു പ്രത്യേക ഒരു ഗെറ്റപ്പും. പിന്നെ സുരാജിന് അഴിഞ്ഞാടുന്ന അഭിനയം എന്ന് വെച്ചാൽ ഏത് റേഞ്ചിൽ ആക്ട് ചെയ്യണം അയാള്. മനോഹരമായ അഭിനയം. അങ്ങനെ നല്ലൊരു സിനിമ കണ്ട് ഇന്നലെ വൈകിട്ട് ജിമ്മിൽ പോയിട്ട് പെട്ടെന്ന് എനിക്ക് സിനിമ കാണണമെന്ന് തോന്നി. അങ്ങനെ നേരെ മാൾ ഓഫ് ട്രാവൻകൂർ ഉണ്ടല്ലോ ട്രിവാൻഡ്രത്ത്, അവിടെ പോയി ഞാൻ സിനിമ കണ്ട്. മനോഹരമായ സിനിമ. ആസിഫ് അലി ഒരു മോഡേൺ ക്യാരക്ടറാണ്. സംവിധാനം നഹാസ് നാസർ, റൈറ്റർ വന്നിട്ട് അജീവ് പീറ്റർ തങ്കം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ വന്നിട്ട് സൂപ്പർ കേട്ടാ. മ്യൂസിക് ഗോപി സുന്ദറാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ വന്നിട്ട് KS ബിജോ. സിനിമാറ്റിക് ഗ്രാഫി വന്നിട്ട് ജിംഷി ഹാലിദ്. എഡിറ്റിംഗ് നിഷാദ് യൂസഫ്. ഇടേ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം, ഒരു പരിചയമില്ലാത്ത രണ്ടുപേരാണ് ഡീപ്പായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് പോവുകയും, ചുരുക്കി പറഞ്ഞ അവസാനമാണ് പേരെന്തെന്ന് വരെ ചോദിക്കുന്നത്. പിന്നെ ഷൺടോൺ ചാക്കോ ഉണ്ട്. പുള്ളിക്കാരൻ ഇടയ്ക്ക് ഒരു വേഷത്തിൽ വന്നിട്ട് അത് കാലക്കിട്ട് പോയി, തകർത്ത്. പിന്നെ അജു വർഗീസിന്റെ വോയിസ് ഓവർ ഉണ്ട് കേട്ടാ. അഭിനയിക്കാതെ ശബ്ദം കൊണ്ട് അഭിനയിച്ച 1-2 പേരുണ്ട്. അത് നിങ്ങൾ പടം കാണുമ്പോൾ അറിയാം. വളരെ തൃപ്തികരമായ ഒരു സിനിമ. ലൈറ്റായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് പോണ ഒരു സിനിമ. കണ്ടിറങ്ങുമ്പം എന്തുകൊണ്ടും ഒരു സന്തോഷം ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം പറയുമ്പോഴേ, പരിചയമില്ലാത്ത ഒരാളാണല്ലോ നമ്മളെ ജീവിതത്തിലേക്ക് ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായിട്ടൊക്കെ പറഞ്ഞത്. അതുപോലെ ഇതൊരു പ്രത്യേക തരം ഒരു സിനിമ. ആസിഫ് അലി തകർത്തേക്കണം. അതുപോലെ സുരാജ് എന്തോ ഒരു ഇന്നസെന്റിങ് ഫേസ് എന്നറിയോ. അത് മാത്രമല്ല, പോലീസുകാരനെ കണ്ടാലും സുരാജിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു സംശയം തോന്നും, ഒരു കുറ്റവാളിയുടെ ലക്ഷണം. അതായത് മുടിയെല്ലാം പിരിപ്പിക്കുന്നു, ഒരു വല്ലാത്ത. ഞാൻ കൂടുതൽ പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല. നിങ്ങൾ എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുമോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും, പിന്നെ ലൈക്ക് ചെയ്യുകയും ചെയ്യും.